ഇന്ന് രാജ്യം മറ്റൊരു കഥയ്ക്ക് യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിച്ചു. നമ്മുടെ മഹാകുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയായ മൊണാലിസ ഭോസ്ലെയ്ക്കും ആൺ സുഹൃത്ത് ഫർമാൻ ഖാനും മലയാള മണ്ണിൽ പ്രണയ സാഫല്യം. മറ്റൊരു കേരള സ്റ്റേർക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ ആയിരുന്നു വിവാഹം. പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് പെൺകുട്ടി തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം ഈ രാജ്യത്തേതെന്ന് ചിന്തിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കേരളം എന്ന് കരുതുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെതിരെ ചിലർ പല കഥകൾ പടച്ചുവിടുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരളം, മതേതരത്വം വിളിച്ചോതുന്ന കേരളം എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിലേക്ക് കൂടി വെക്കുകയാണ്. കാരണം ആ പെൺകുട്ടി അത്രമാത്രം വൈറലാണ്. മൊണാലിസ ഭോസ്ലെ എന്ന വെള്ളാരം കൊണ്ടുള്ള സുന്ദരിയെ മലയാളികൾ ആരും മറക്കാനിടയില്ല. മലയാളികളെന്നല്ല, ഇന്ത്യയൊട്ടാകെയുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാകും മൊണാലിസയുടേത്. ഇന്ന് മൊണാലിസയുടെ മാംഗല്യമായിരുന്നു. വരൻ ഫർമാൻ ഖാൻ, ആൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസക്കാലത്തോളമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിന്റെ സഫലീകരണമായിരുന്നു ഇന്നേ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് എന്ന് തന്നെ പറയാം. മൊണാലിസ തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടെത്തിയതായിരുന്നു. മൊണാലിസയും ഫർമാനും തമ്മിലുള്ള വിവാഹം ഇവരുടെ കുടുംബം അംഗീകരിച്ചിരുന്നില്ല. മൊണാലിസയുടെ പിതാവ് കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് തമ്പാനൂർ പോലീസിന്റെ അടുത്ത് തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും അതുപോലെ തന്നെ തങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് മൊണാലിസ എത്തുന്നത്. പോലീസ് പിതാവിനെയും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിൽ തനിക്ക് ഫർമാനൊപ്പം പോകാനാണ്, തൻ്റെ പ്രണയത്തിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് മൊണാലിസ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ അരിമാനൂരുള്ള ശ്രീ നായനാർ ദേവക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് വൈകുന്നേരം 5:30-ക്കും 6 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഫർമാൻ മൊണാലിസയ്ക്ക് താലി ചാർത്തുന്നത്. केरला मुझे अच्छा लगा, यहाँ के लोग बहुत ही अच्छे प्यार करते हैं एक दूसरे से. यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से. സമൂഹത്തിന്റെ പലവിധ ഭാഗത്തു നിന്നുള്ള പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. എ റഹീം, മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ അടക്കമുള്ളവരെത്തിയാണ് വിവാഹത്തിന് നേതൃത്വം നൽകിയത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. 6 മാസത്തെ പ്രണയം തങ്ങൾക്ക് 60 വർഷത്തെ പ്രണയം പോലെയായിരുന്നു തോന്നിയത്. അത് സാക്ഷാത്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം കേരളമാണ്. കാരണം ഇവിടെ സുരക്ഷിതത്വമുണ്ട്, ഇവിടെ മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. തുടർന്നും കുറച്ചധികം നാളുകൾ ഇവിടെ നിൽക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത് കഴിഞ്ഞ് തിരികെ മടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നാണ് അവർക്ക് പറയാനുള്ളത്. എന്തായാലും ആ ഒരു ധന്യ മുഹൂർത്തത്തിന് കേരളവും മലയാളത്തിൻ്റെ മണ്ണും നമ്മളും സാക്ഷിയായിരിക്കുകയാണ്.